ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഡേ 2 നമ്മളിവിടുന്ന് തിരിച്ചു. ഇവിടുന്ന് എല്ലാം ചെക്കൗട്ട്, റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. നമ്മൾ തിരുനെൽവേലിക്കാണ് പോകുന്നത്. അതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് ഒരു ദോശക്കട ഇവൻ പറഞ്ഞൊരു വെറൈറ്റി ദോശക്കട എന്ന് പറഞ്ഞൊരു സാധനം. അപ്പോൾ അവിടെ പോയി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നമ്മൾ ഓഫ് ടു തിരുനെൽവേലിയാണ്. ഇന്നലെ രാത്രി പിന്നെ ഔട്ടർ ഒന്നും എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ വന്ന് കിടന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കിടന്ന് ഉറങ്ങി. കാരണം രാവിലെ ഇനി ഒരുപാട് വണ്ടി ഓടിക്കാനുള്ള ഇന്ന് നമ്മളെ വീട്ടിൽ ചെല്ലും. അപ്പോൾ അതുകൊണ്ട് നല്ലോണം എല്ലാം കിടന്ന് ഉറങ്ങി. എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ അല്ലേ? സെറ്റല്ലേ? പോവാം. ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട പല്ലി അലച്ച് നല്ല ചിഹ്നം. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ഹായ് ഗൈസ്, നമുക്ക് അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കടയുടെ പേരെന്തുവായിരുന്നടാ? വിനായക. അപ്പം അവിടെ നമുക്ക് പോകാൻ പറ്റില്ല. രണ്ട് കാര്യം. ഒന്നെന്ന് വെച്ചാൽ മാപ്പിൽ കാണിക്കുന്നില്ല. പിന്നെ ചോദിച്ചപ്പോൾ ഇവിടുന്ന് 1 കിലോമീറ്റർ തള്ളിപ്പോയിട്ട് അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് അതിന് വേണ്ടി കളയാൻ സമയവുമില്ല. നമുക്ക് അങ്ങ് തിരുനെൽവേലി പോകണം ഇവിടെ. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ അവിടെ നമ്മൾ മസാല ദോശയും വടയും കോഫി അടിക്കാമെന്ന് വെച്ചു. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിച്ചിട്ട് നമ്മളിവിടുന്ന് പിന്നെ തിരുനെൽവേലിയിലല്ലേ സ്റ്റോപ്പ്, അല്ലേ ഇടയ്ക്ക് ഈ പറയുന്ന പോലെ വല്ല കോഫി ബ്രേക്ക് എടുത്താലെടുത്ത്. വലിയ ദൂരമില്ല, ഏകദേശം 1.5 മണിക്കൂർ 2 മണിക്കൂറിനകത്തേ ഉള്ളൂ തിരുനെൽവേലി. പെട്ടെന്ന് എത്തുമെന്ന് തോന്നുന്നു, രാവിലെ ട്രാഫിക്കും ഇല്ലെങ്കിൽ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് അറിയാം. ഓക്കെ. രോഹിത് അവിടെ ഗഹനമായ റിസർച്ചിലാണ്. ഇവനാണ് ടൂർ കോർഡിനേറ്റർ. അങ്ങനെ നമ്മുടെ മസാല ദോശയും വടയും വന്നു. അമര് തീറ്റ് തുടങ്ങി. രോഹിത്തോട്ടിരിക്കുന്നു. ഞാൻ കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടാകും. നമ്മൾ മസാല ദോശ കഴിച്ചു നോക്കാം. നമ്മുടെ അവിടുത്തെയാണോ ബെറ്റർ, ഇവിടുത്തെയാണോ ബെറ്റർ. ഇത് ചൂടുണ്ട്. ചമ്മന്തി ഇത് കൊള്ളാം. നല്ല മസാല ദോശ. ഒരു കോഫിയും പറഞ്ഞിട്ടുണ്ട്. എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് വരാം. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. ഗൈസ്, ലുക്ക് അറ്റ് ദ വ്യൂ. ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നിർത്തിയതാണ്. കണ്ടോ, സാധാരണ നമ്മളിതില്ലാത്ത, പക്ഷേ ഫോട്ടോ എടുപ്പ് ഇങ്ങനെ നിർത്താത്തതാണ്. നമ്മൾ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് വ്ളോഗ് എടുത്ത് പോകുന്നത്. പക്ഷേ ഇത്തവണ ആകാശം ഉണ്ടായതുകൊണ്ട് ആകാശം കുക്കിങ് അതോ കണ്ട അതേതാ കേൾക്കാം. ആകാശം ഉണ്ടായിട്ട് നമുക്ക് എത്ര സൂപ്പർ ഫോട്ടോ കിട്ടി. ഈ ട്രിപ്പിലെ ഫുൾ സൂപ്പർ ഫോട്ടോ എടുത്തത് ആകാശാണ് കേട്ടോ. ഷൗട്ട് ഔട്ട് ടു ആകാശ്. ഓതോ അവൻ പോസ് ചെയ്യുന്നുണ്ടാ. രോഹിത് ഒരു ഹായ് പറഞ്ഞടാ. അത് കൊള്ളത്തില്ല. ഞങ്ങള് ഇവിടെ നല്ല 2-3 സ്ഥലം കണ്ടു. നമ്മള് തിരുനെൽവേലിയാണ് വന്നത്. പക്ഷെ നമുക്ക് സാഡില് നമുക്കൊരു പ്രശ്നം പറ്റി. എന്ന് വെച്ചാൽ നമുക്ക് അലുവയില്ല, തിരുനെൽവേലി അലുവ ഒരു ഇരുട്ട് കട എന്ന് പറഞ്ഞൊരു കടയുണ്ട്. പക്ഷെ അവിടെ ഒരു വൈകിട്ട് 5 മണി തൊട്ട് 11 മണി വരെയാണ് ഉള്ളത്. അപ്പം നമുക്ക് രാവിലെ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരാൻ ഒക്കത്തില്ല. കാരണം രാവിലെ അവിടെ പോയിട്ട് കാര്യമില്ല. അമ്പലം കാണാനേ ഒക്കൂ, അലുവ കാണാൻ പറ്റത്തില്ല, അലുവ കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ അതുകൊണ്ട് നമ്മൾ ഇതിപ്പം പാപനാസം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ 2-3 സ്പോട്ടുണ്ട്. ആൾക്കാരെല്ലാം നോക്കിക്കൊണ്ട് പോകുന്നു. ഇവിടെ ഒരു 2-3 സ്പോട്ടുണ്ട്. ഒരു ഡാം, ടൈഗർ റിസർവ്, പിന്നെ അങ്ങനെ 2-3 സ്ഥലങ്ങൾ, വാട്ടർഫോൾസും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ നമുക്ക് ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ കാണാം. അതാകുമ്പോൾ ഈ ഒരു 5 കിലോമീറ്റർ റേഡിയസിൽ ഇതെല്ലാം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നാഗർകോവിൽ പോകാനാണ് പ്ലാൻ. ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ തിരുനെൽവേലി സമയം അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ തിരുനെൽവേലിയിൽ പോയി അലുവയും മേടിച്ച് കഴിച്ച് പറ്റുമെങ്കിൽ വീട്ടിലും മേടിച്ചിട്ട് അതുവഴി നമ്മൾ കറങ്ങി വീട്ടിൽ പോകും. അതാണ് പ്ലാൻ. സമയവും കാര്യങ്ങളും പിന്നെ അതിൻ്റെ അവൈലബിലിറ്റി. കാരണം അലുവ മേടിക്കാൻ പോയാൽ തന്നെ നമുക്ക് അവിടെ ഒരു നല്ല ക്യൂ കാണും. നമുക്ക് പോയപ്പോഴേ തട്ടില്ല, ഭയങ്കര തിരക്കാണ്. പക്ഷേ തിരുനെൽവേലി അലുവയാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. പക്ഷേ നമുക്കത് കിട്ടുമോ ഇല്ലയോ എന്ന് സംശയമാണ്. നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് നമുക്ക് മേളിൽ മിക്കവാറും കുളിക്കാൻ പറ്റിയ സെറ്റപ്പാണ്. നല്ല വെള്ളം ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് ചെറിയ കുളിയൊക്കെ പാസ്സാക്കിയിട്ട് വരാം. ഓക്കെ, ഇനി അവിടെ ചെന്നിട്ട് വരാം. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണില് Come here.
പട്ടിത്തീട്ടം പിടിച്ച കൈയാണ്. എടാ ഇത് ആകാശിനോട് കട്ടിയായതാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. ചവയ്ക്കാൻ അവന്റെ അനുഗ്രഹം മേടിക്കണ്ട. ഇച്ചിരി തന്നെ അവന്റെ അനുഗ്രഹം പട്ടിത്തീട്ടം കൊടുത്താ മതിടാ. നീയാണോ മണി അടിക്കുന്നത്? നീയല്ലേ പ്രതിഷ്ഠമായത്? പാർത്ഥിവ് ഹയ്യ. നീയാണ് പ്രതിഷ്ഠ. ഹായ് ഗായ്സ്, നമ്മളങ്ങനെ വെള്ളച്ചാട്ടത്തിൽ ഒരു കുറേ സംഭവ വിപുലമായ കാര്യങ്ങൾ കഴിഞ്ഞെത്തി. ഒരുത്തൻ്റെ ബാഗ് കളഞ്ഞ്, ഒരുത്തൻ്റെ ടിക്കറ്റ് കളഞ്ഞ്, അതെല്ലാം കിട്ടി. നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് ആ വെള്ളച്ചാട്ടത്തിലോട്ട് കുളിക്കാൻ പോവുകയാണ്. അയ്യോ കുഴഞ്ഞല്ലേടാ, വെയിലുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി നല്ല തണുത്ത വെള്ളത്തിൽ നല്ല ഫ്രഷ് ആയിട്ടായിരിക്കും വരുന്നത്. ഇവിടെ ഇഷ്ടം പോലെ വാനര സുഹൃത്തുക്കളുണ്ടല്ലേടാ. ഓ ഡേഞ്ചറസ് ആണെന്നാണ് പറയുന്നത്. മാരൊക്കെ മറ്റേതാ നൊട്ടോറിയസ്. നമ്മുടെ സാധനങ്ങൾ എല്ലാം അടിച്ചോണ്ട് പോകും. തുണിമണിയാ കണ്ടാ അതെ അതെ. ഞാനാണ് എല്ലാത്തിനും ഒരു ബാഗേ ഉള്ളൂ. കുളിക്കാറങ്ങാൻ നിൽക്കുന്ന പോയിട്ട് തിരിച്ച് കൊല്ലം വരെ വണ്ടി ഓടിക്കണം. അതെ എല്ലാം കുരങ്ങ കൊണ്ടുപോയെന്ന്. ഞാൻ 2 ബാഗുണ്ട് എനിക്ക്. മറ്റേ ട്രൈപോഡ് അതും ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് 2 ബാഗ് എടുക്കേണ്ടി വന്നു. ഒരു ബാഗ് എടുത്താൽ മതി. ഹലോ ഡേയ് ഒരു ഹായ് പറടാ. ഓ കൂട്ടുകാരനൊക്കെ വരുന്നു. വേണ്ട അമാര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെശകുള്ള കൂട്ടുകാരുമായിട്ടുള്ള ബന്ധങ്ങളൊന്നും വേണ്ട. അപ്പം ഞങ്ങളിതൊക്കെ ഒന്ന് അഴിച്ച് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയ നിക്കറൊക്കെ ഉടുപ്പൊക്കെ ഇട്ടിട്ട് വരാം. ഓക്കെ. ഈ കുരങ്ങന്മാരെന്നെ വീക്ഷമായി നിരീക്ഷിക്കുന്നു കാശ്. നമ്മളങ്ങനെ കുളിക്കാനുള്ള ഔട്ട്ഫിറ്റിൽ റിസ്ക് എടുത്ത് നമ്മുടെ ബാഗെല്ലാം കൂടി ഒരിടത്ത് വെച്ചിട്ടുണ്ട് ഈ കുരങ്ങന്മാർ. ചെരുപ്പ് വേണോ നിർബന്ധമൊന്നുമില്ല, പിന്നെ ഞാൻ ഇട്ടതാ. അപ്പോൾ അവിടെയൊക്കെ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. അടിച്ചുകൊണ്ട് പോകാതിരുന്നാൽ മതിയായിരുന്നു. പോയാൽ എല്ലാണോ ഇതേപോലെ അങ്ങ് വീട്ടിൽ പോകും. പാർത്തിവാടാ. അപ്പോൾ നമ്മൾ കുളിച്ചിട്ടൊക്കെ വരാം കാശ്. സൂപ്പർ തണുപ്പ് കേട്ടോ, അടിപൊളിയാ. എൻ്റെ കാലൊക്കെ എന്നെ അറിയില്ലടാ. ക്യാമറ ഉണ്ടോ? ക്യാമറ എടാ പ്ലീസറാ. പോത്തിനെ കുളിപ്പിക്കുന്നു, പോത്തിനെ. ഫ്രഷായല്ലേ? വെയിലോട്ട് വാടിയിരുന്നതാ. പക്ഷെ എപ്പോ ഒരു സുഖം. നല്ല സൂപ്പർ വെള്ളം. നമ്മളിവിടെ ജീവിക്കേണ്ട ആൾക്കാരാ. ചൂടത്തൊന്നും പറ്റത്തില്ല. ഓ കൊരങ്ങ് മേളൊക്കെ. കുളി മതിയാക്കി നമ്മൾ തിരിച്ച് ഡ്രസ്സ് മാറി പോകാൻ പോവുക. ഓ സൂപ്പറായിരുന്നു കേട്ടോ, ഭയങ്കര ഫ്രഷായി, നല്ല സൂപ്പർ തണുപ്പ്. ആ വെയിലെല്ലാം കൊണ്ട് വാടി എൻ്റെ ആ ഒരു ഇത് പോയി, നല്ല ഊഷ്മളതയായി. ഊഷ്മളത. ഇനി ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി അടുത്ത സ്പോട്ട് ഏതാണെന്ന് എനിക്കറിയത്തില്ല, ചോദിക്കണം. അങ്ങോട്ട് പോകാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, ഡ്രസ്സൊക്കെ മാറി. അയ്യോ കേസ് അറിയപ്പോൾ ഡ്രസ്സൊക്കെ മാറി ഇനിയിപ്പോൾ ഞങ്ങൾ ഇറങ്ങി അടുത്ത സ്ഥലത്തോട്ട് തിരിക്കട്ടെ. ഓക്കെ ബൈ ഗൈസ്. ചേഞ്ച് ഓഫ് പ്ലാൻ. നമ്മൾ തിരുനെൽവേലി പോകുന്നില്ല. തിരുനെൽവേലി പോയാൽ ടൈം ആൻഡ് പെട്രോൾ വേസ്റ്റ് ആണ്.
വെയില് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നേരെ കന്യാകുമാരി അല്ലേ, കന്യാകുമാരി. ആദ്യം നമ്മൾ വിചാരിച്ചെന്ന് പറഞ്ഞാൽ നാഗർകോവിൽ ചെന്നിട്ട് അതുവഴി കറങ്ങി വേറെ റോഡ്, അതായത് ഒരു കോസ്റ്റൽ ഏരിയ തിരുവനന്തപുരം വർക്കലൊക്കെ ടച്ച് ചെയ്തങ്ങ് വീട്ടിൽ പോകാനായിരുന്നു. പക്ഷേ പിന്നെ ആലോചിച്ചപ്പോഴത്തേക്ക് അവിടെ അങ്ങനെ പോകണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് നേരെ, അതായത് ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നേരെ നമ്മൾ നാഗർകോവിൽ ചെന്നിട്ട് അവിടുന്ന് വേണം പോകാനായിട്ട്. നാഗർകോവിൽ ചെല്ലാനായിട്ട് ഏകദേശം 2.5 മണിക്കൂറോളം ഉണ്ട്. അതേപോലെ തന്നെ ഇവിടുന്ന് നേരെ കന്യാകുമാരി എത്രയാണ്, കന്യാകുമാരി എത്ര, ഇവിടെ നേരെ കന്യാകുമാരി 2 മണിക്കൂർ കൊണ്ട് എത്തും. പിന്നെ കന്യാകുമാരി നമ്മൾ ആരും പോയിട്ടുമില്ല, ആ റൂട്ട് ടച്ച് ചെയ്ത് നമുക്കങ്ങ് ചെല്ലാനും പറ്റും. ടൈം ലാഭമൊന്നുമല്ല, വ്യത്യാസമില്ല. പക്ഷേ മറ്റേടത്ത് പോകുന്നതിനെക്കാട്ടിയും കന്യാകുമാരി പോകുന്നതല്ലേ രസം. ആരും പോയിട്ടില്ല, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സ്ഥലം കൂടി ആയില്ലേ. അപ്പോൾ നമ്മൾ പോകുന്ന വഴി ഫുഡ് കഴിക്കുക, പിന്നെ ഇനി കംപ്ലീറ്റ് റൈഡ് ചെയ്യുക. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ട്രിപ്പിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തന്നെ റോഡ് ട്രിപ്പാണ്. നമ്മൾ വണ്ടിയൊക്കെ ആയിട്ട് നല്ല ചില്ലായിട്ട് ഓടിച്ചു പോകാൻ പറ്റിയ സൂപ്പർ റോഡിൽ കൂടെ ഓടിച്ചു പോകാൻ പറ്റിയ ഒരു, അതിന് വേണ്ടിയാണ് നമ്മൾ വന്നത്, സ്ഥലം കാണാനല്ല. അതല്ലായിരുന്നു നമ്മുടെ മെയിൻ മോട്ടീവ്. അപ്പോൾ ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് നമ്മൾ റൈഡിങ്ങാണ്. ഓക്കെ, അപ്പോൾ നമ്മളിനി എവിടെയെങ്കിലും എത്തി ബ്രേക്കൊക്കെ എടുക്കുമ്പോൾ ഞാൻ വരാം. ഓക്കെ, അപ്പോൾ സെറ്റല്ലേ, കന്യാകുമാരി ഓൺ. കഴിക്കുന്ന പോകുന്ന വഴി നമുക്ക് നോക്കാം. ഗൈസ് നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴി ഒരു നല്ലൊരു ഹോട്ടൽ കണ്ട്, അത് കൊള്ളാനുള്ള ഫോട്ടോ നോക്കാം. അപ്പം നമ്മള് കടയുടെ പേരൊരു പേരെ പറയാൻ അറിയത്തില്ല, നില്ലടാ സംസാരിക്കട്ടെ, ഭയങ്കര നമ്മളങ്ങനെ നോർമൽ ചിക്കൻ ബിരിയാണി 65 ചിക്കൻ 65 ഫ്രൈ, അപ്പം അത് പെപ്പറിൻ്റെ സാധനം. അപ്പം അത് പറഞ്ഞ് ഇപ്പോൾ ഇവിടുന്ന് കഴിക്കുക. ഇനി നേരെ കന്യാകുമാരി വിടുക, കന്യാകുമാരി നേരെ അങ്ങോട്ട് നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ഞങ്ങൾ കഴിച്ചിട്ടൊക്കെ വരാം, കൊള്ളാമെങ്കിൽ അങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയാം. അങ്ങനെ ബിരിയാണി വന്നത് തമിഴ്നാട് ഒത്തൻറ്റിക് ബിരിയാണി ആണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഇതൊന്നും സാമ്പാർ പോലത്തെ ഉള്ളത്, അത് മൊത്തം സാപ്പാടാണ്. അത് കഴിച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇത് ഡെസേർട്ടിന് വേണ്ടി അവർ തന്നൊരു സാധനമാണ്, അതും കഴിച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പം ഞാനിതൊന്ന് സെർവ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു നോക്കട്ടെ, നമുക്ക് കഴിക്കാം. ഇച്ചിരി ലെഗ് പിച്ചി നല്ല ചൂടുണ്ട്. ഞാൻ നോക്കാം. ആ ചോറിൻ്റെ കൂടെ അത് മധുരമുള്ളയാടാ, മധുരമുള്ള ചുമ്മാ അറിയുന്നില്ല. കഴിച്ചു അതെ, എന്റെ അമ്മ ഉണ്ടാക്കുന്നത് അല്ല, എന്റെ അമ്മ ഉണ്ടാക്കുന്നത് ഞാൻ കൊണ്ടുവരാം. സൂപ്പറാ. അതല്ല ബിരിയാണി മറ്റേ ഉച്ചക്ക് അന്ന് ഇന്നലെ കഴിച്ചതിനെക്കാട്ടി ഫാർ ബെറ്റർ. രാത്രിത്തെ ഫുഡ് സൂപ്പർ ആയിരുന്നു. ഞാൻ എല്ലാത്തിന്റെ ഒരു വിശദീകരണം തരാം. അതായത് റോഡ് ട്രിപ്പിലോട്ട് തെങ്കാശി തിരുനെൽവേലി വരുന്നവർ തീർച്ചയായും തെങ്കാശി, പാപനാശം, നാഗർകോയിൽ, കന്യാകുമാരി, തിരുനെൽവേലി, കന്യാകുമാരി, നാഗർകോയിൽ, കൊല്ലം, ഈ റോഡ് ഇത് നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽ പറയാം. എങ്ങനെയാണ് നമ്മുടെ എക്സ്പീരിയൻസും എല്ലാം ഞാൻ അവസാനം ഒന്നേ സെപ്പറേറ്റ് വീഡിയോ അല്ലേ എന്തോന്ന് വെച്ചാൽ ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പം ഞങ്ങളിത് കഴിക്കട്ടെ. ഓക്കെ ഗൈസ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു 65 വന്നായിരുന്നു. ഞങ്ങൾ അതെടുത്ത് തിന്നാനായിട്ട് തിന്നാൻ തുടങ്ങിയില്ല. അത് എന്തോ കാരണമുണ്ട് കേട്ടോ. ഓടാം പിന്നെ അറിയത്തില്ലല്ലോ, പറയുവാ. കഴിച്ചു കേട്ടോ 65. നമ്മുടെ ചെടി പുലിയാടാ, ഉപ്പുലി. കൊള്ളാം കേട്ടോ. ഇത് കഴിക്കട്ടെ. ഗായ്സ്, നമ്മുടെ നന്ദേശ്വറിൻ്റെ വണ്ടിക്കകത്ത് ആണി കയറി. അപ്പം ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല, കാറ്റൊന്നും പോകുന്നില്ല. പക്ഷെ നമ്മൾ ഒരു ബ്രേക്ക് എടുക്കാൻ നിർത്തിയപ്പോൾ യതീന്ദ്രൻ കണ്ടുപിടിച്ചത് ഒരു ആണി കയറിയിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ആണി കയറി ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ കണ്ട സ്ഥിതിക്ക് അത് മാറ്റിയിട്ട് ഊരിയില്ല. എന്തോ പറ്റും, ആണി ഊരിയില്ല. ചിലപ്പോൾ ഓടുന്ന വഴിയല്ല കാട്ടിൽ. ഇത് കണ്ട ഇങ്ങനെ സ്ഥലം, എന്റെ പൊന്നാളിയാ, ഒരു രക്ഷയില്ല കേട്ടാ. ഇങ്ങനെയൊക്കെ സ്ഥലം ആളുകളുണ്ട് കാണാൻ പറ്റും.
ബെസ്റ്റ് ആട്ടാ. സൂപ്പർ റോഡ്, ഒന്നും ഒരു കുണ്ടോ കുഴിയോ ഇല്ല, വണ്ടിയില്ല, ഒന്നുമില്ല, സ്ട്രെയിറ്റ് റോഡും അപ്പുറത്ത് ഇതേപോലത്തുള്ള കാഴ്ചകൾ, നല്ല അടിപൊളി കാറ്റും, നല്ല വണ്ടി ഉണ്ടായാലുണ്ടല്ലോ മോനെ ഇങ്ങനൊരു ഫീലിംഗ് ഇല്ലേ കളിയാ. ഇതുവഴി വണ്ടി ഓടിക്കാൻ അടിപൊളി ഇല്ലേ കളിയാ, സൂപ്പർ അല്ലേ. റോഡ് ട്രിപ്പ് ഇങ്ങോട്ടൊക്കെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരാം. കറക്റ്റ് സൂപ്പർ. അതെ എന്തോടാ ഇത് എത്ര കാണിച്ചിട്ട് മതിയാവുന്നില്ല കേട്ടോ, അമ്മാതിരി സാധനം. അതായത് നിങ്ങൾ ഈ വ്യൂ ഒന്ന് നോക്കിയതാ, ഇത് ക്യാമറയിൽ കൂടെ കാണേണ്ടതല്ല ഇല്ലടാ, ഇത് നേരിട്ട് വന്ന് കാണാം കേട്ടോ. ഇവിടെ ഇറങ്ങാൻ പറ്റുമായിരുന്നു. ഇതാണ് സാധനം, ബിഗ് ടാങ്ക്. ഇതൊരു റിസർവ് പോലത്തുള്ള സാധനം കേട്ടോ. ഇവിടെ എനിക്കൊന്ന് ഉണക്കാണ്ട് മൊത്തം വറ്റി കിടക്കുക അല്ലേ. അപ്പൊ വെള്ളം കൂടി ആകുമ്പോഴത്തേക്ക് കാണാൻ സൂപ്പർ ആയിരിക്കും അല്ലേ. ഇതൊക്കെ നമ്മൾ പണ്ട് ജോഗ്രഫി പഠിച്ച ഓർമ്മയുണ്ടായി, സിമ്പിളൊക്കെ. ഇത് വായിച്ചിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റിയ വിവരമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ. അല്ല അതല്ല, അതെനിക്ക് മനസ്സിലായി. അല്ല ഇതൊക്കെ കണ്ട കപ്പാസിറ്റി അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതെ അതെ. ഒരു രക്ഷയില്ലാത്ത കാറ്റ്, ഞങ്ങൾ വരെ പറന്നു പോകുന്നു. 10-80 കിലോളം ഞങ്ങൾ വരെ പറന്നു പോകുന്നു. ഭയങ്കര കാറ്റ്, ഭയങ്കര കാറ്റ്. യതീന്ദ്രൊന്നും നടക്കാൻ വയ്യ. എനിക്ക് ഇത് കണക്കത്തെ സാധനം വേണം വീട്ടിൻ്റെ അടുത്ത്. സത്യം പറഞ്ഞാൽ ഞങ്ങള് പശുവിനെ വാങ്ങുന്നു. ഞങ്ങള് ഇങ്ങനെ പോയാൽ വീട്ടിലെത്തുമെന്ന് സംശയ. പോന്നടം എല്ലാം സൂപ്പർ. വണ്ടി എടുത്ത് ഇങ്ങോട്ട് ഇറക്കാൻ പറ്റിയ സ്ഥലമായിരുന്നുണ്ടാ. ഇവിടെ ഇങ്ങനെ സെറ്റപ്പ് ഒക്കെ ഇടുക, ആ മലയൊക്കെ നോക്കി സൂപ്പർ സൂപ്പർ. ഇവിടെ ചെളി പോലെ ഉണ്ട് കേട്ടാ. നമ്മള് ബൂട്ടൊക്കെ ഇട്ടോണ്ടല്ലേ ഇടാ വന്നേ, ഹൈക്കിംഗ് ബൂട്ട്. ആ ചെളിയാണ്, ആ പോച്ച വഴി പോകും. നമ്മള് നേരത്തെ ഇറങ്ങിയ സ്ഥലമില്ല, അത് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അത് വലിയൊരു വെള്ളത്തിന്റെ സംഭവമാണ്, മറ്റേ റിസർവ് പോലത്തുള്ള. സൂപ്പർ കേട്ടോ അത്. പക്ഷെ ഇപ്പൊ വറ്റി, കുറെ നേരം നാളായെന്ന് തോന്നുന്നു വറ്റിയുണ്ട്. ഭയങ്കര കാറ്റ്, ഞാൻ പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റുമോന്ന് അറിയത്തില്ല. അത് വറ്റി പച്ചപ്പൊക്കെ ആയി. സൂപ്പർ സ്ഥലം. ഇവിടെ ഇങ്ങോട്ടുള്ള റോഡ് ഒരു രക്ഷയില്ല, മാരകം. വണ്ടി ഓടിക്കാൻ ബെസ്റ്റ്. ട്രാക്ടറൊക്കെ പോയേക്കുന്നതിൻ്റെ ഇത്. റോഡെന്നൊക്കെ പറഞ്ഞ അളിയ, നമ്മള് നല്ല വണ്ടി ഉള്ളവൻ സ്വപ്നം കാണുന്ന റോഡ്. ഭയങ്കര സൂപ്പർ റോഡ്. ഓ എന്റെ പൊന്നളിയ, ഒരു 10-20 കിലോമീറ്റർ റോഡ് സൂപ്പർ അല്ലേ. ரொம்ப പ്രമാദമായി ചുറ്റു പിന്നുമില്ല. പക്ഷെ ഒരു ഒറ്റ പ്രശ്നമേ ഉള്ളു, ഭയങ്കര കാറ്റ്. കാറ്റെന്ന് പറഞ്ഞാൽ വണ്ടി വരെ പറക്കുന്ന കാറ്റ് ഇല്ലേ. ഞങ്ങളൊരു ഒരുപാട് അവിടുന്ന് ഒരുപാട് ഫ്രണ്ടിലോട്ട് വന്ന്, അയ്യോ എന്നെ കാണാൻ പറ്റത്തില്ലല്ലേ, സോറി ഗൈസ്. ഒരുപാട് ഫ്രണ്ടിലോട്ട് വന്ന് ഇവിടെ നോക്കിയതാ, ബിന്ദുവിൽ നോക്കി, എവിടെ നോക്കിയാലും ബിന്ദു. പാലത്തിൽ കൊണ്ട് നിർത്താടാ, ഹൈവേ, നാഷണൽ ഹൈവേ. നമ്മുടെ അവിടെ ബൈപ്പാസ് വരുമ്പോ ഇങ്ങനെ ആയിരിക്കും കേട്ടാ. ബിന്ദുവിലല്ല.
ഇല്ല അതേപോലെ ഇങ്ങോട്ട് ആ ഇത് പോടാ ക്യാമറ വെച്ചോണ്ട്